അപ്പോൾ വിഴിഞ്ഞത്തെ കാര്യങ്ങളൊക്കെ ഉഷാറാവുന്നു. കരക്കെടുക്കുകയാണ് വിഴിഞ്ഞം പദ്ധതി. പ്രഖ്യാപിച്ചതിന് മുൻപ് വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുമെന്നാണ് മന്ത്രി VN വാസവൻ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. തുറമുഖ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. വിഴിഞ്ഞത്ത് ആദ്യം മദർഷിപ്പ് എത്തുന്നത് ആഘോഷമാക്കി മാറ്റും. കേരളത്തെ ലോക വികസന ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന അവസരമാണിതെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. കമ്മീഷൻ നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്നത് നമ്മുടെ ടൈം ബൗണ്ടായിട്ടൊരു ഡിസംബറാണ്. ആ ഡിസംബർ വരെ പോകാതെ തന്നെ ഒരുപക്ഷെ നമുക്ക് തീർക്കാൻ കഴിയുമെന്നുള്ള രൂപത്തിലേക്കാണ് ഇപ്പം കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. അത് സംബന്ധിച്ച് അവസാന തീരുമാനം എടുത്തിട്ടില്ല, ബോർഡ് കൂടിയിട്ട് വേണം എടുക്കാൻ. ലോകം കേരളത്തെ ഉറ്റുനോക്കുന്ന ഒരു വികസന പശ്ചാത്തലം കേരളത്തിൽ വളർന്നിരിക്കുന്നു. ഒരു നാടിന് ഇതുപോലെ അഭിമാനിക്കാനും ആഹ്ലാദിക്കാനും വകയുള്ള ഒരു വലിയ വികസന സംരംഭം നമ്മളൊരു പരിപാടിയായിട്ട് വേണ്ട നടത്താൻ. നന്നായി നടന്നാലുണ്ടല്ലോ, കേരളത്തിൻ്റെ ദുബായ് ആണ് കേട്ടോ വിഴിഞ്ഞം. ആ പദ്ധതിയെ നമ്മൾ വളരെ പ്രതീക്ഷയോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 1ാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി എന്നാണ് MD ഡോക്ടർ ദിവ്യ S. അയ്യർ പറഞ്ഞത്. ട്രയൽ പൂർത്തിയാകുന്നതിന് പിന്നാലെ 2ാം ഘട്ട നിർമ്മാണം തുടങ്ങും. 2028 ഡിസംബറോടെ നിർമ്മാണം പൂർണ്ണമായി തീർക്കുമെന്നും ദിവ്യ S. അയ്യർ വ്യക്തമാക്കി. ഇപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നുള്ളത് നമ്മളിപ്പോൾ പ്രവർത്തന സജ്ജമാക്കുമ്പോൾ വിഴിഞ്ഞത്തിനും തിരുവനന്തപുരത്തിനും കേരളത്തിനും ഭാരതത്തിനും ഒരു വലിയ സമ്മാനമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. നമുക്കിപ്പോൾ 1ാം ഘട്ട നിർമ്മാണം നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ ചേർന്ന് ഏകദേശം നമുക്കൊരു 1000 പേർക്കുള്ള തൊഴിൽ സാധ്യതയാണ് ഇപ്പോഴുള്ളത്. ഇനി ബാക്കിയുള്ള നിർമ്മാണ പ്രവൃത്തിയും കൂടെ പൂർത്തീകരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഇരട്ടിക്കുകയോ അതിൽ കൂടുതലാവുകയോ ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ കണക്കുകൂട്ടൽ. പക്ഷേ ശരിക്കും തുറമുഖത്തിനകത്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതിനേക്കാളും അതിന് അനുബന്ധമായി വരുന്ന മറ്റ് വ്യവസായ സ്ഥാപനങ്ങളും വാണിജ്യ മേഖലയിലുമൊക്കെ പ്രാദേശികമായിട്ടുള്ള ഒരു വികസനത്തിന് നമ്മൾ ശരിക്കും ചുക്കാൻ പിടിക്കേണ്ടതായിട്ടുണ്ട്. ആദരണീയനായ മുഖ്യമന്ത്രിയും തുറമുഖ വകുപ്പ് മന്ത്രിയും ഒക്കെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഓണത്തിനോടനുബന്ധിച്ച് നമുക്ക് കമ്മീഷൻ ചെയ്യാൻ സാധിക്കണം എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ കരുതുന്നത്. 2024 തന്നെ നമ്മൾ അടുത്ത ഘട്ടത്തിൻ്റെ നിർമ്മാണവും പ്രത്യേകിച്ചൊരു ഇടവേളയില്ലാതെ തന്നെ തുടങ്ങാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. 2028 ഡിസംബറോടുകൂടി നമുക്ക് പൂർണ്ണമായും, അതായത് സമ്പൂർണ്ണ നിർമ്മാണ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യാൻ സാധിക്കും. ആദിൽ പാലോട് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ വാർത്താ ദിനത്തിൽ ഏറെ സുഖകരമായൊരു വാർത്തയാണ്, ഏറെ സന്തോഷം നൽകുന്നൊരു വാർത്തയാണ്, പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് വിഴിഞ്ഞത്ത് നിന്നെത്തുന്നത്. അതിൽ 2028 പൂർണ്ണമായ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും അവസാനിക്കും. മദർഷിപ്പ് വരാൻ പോകുന്നു. അതിൻ്റെ ട്രയൽ റണ്ണിന് വേണ്ടി വെള്ളിയാഴ്ച നമ്മൾ തയ്യാറെടുക്കുമ്പോൾ VN വാസനും ദിവ്യ S. അയ്യരും അടക്കമുള്ളവർ ആദിൽ പാലിനോട് പറഞ്ഞത് എന്താണ്? എന്തുതരം പ്രതീക്ഷയാണ് അവരൊക്കെ പങ്കുവയ്ക്കുന്നത്? മാത്രമല്ല, സാമ്പത്തിക പ്രതിസന്ധിയും നീങ്ങുന്നു. എല്ലാ കാറും കോളും നീങ്ങി കടൽ ശാന്തമാകുന്നു. വിഴിഞ്ഞത്തേക്ക് കപ്പലെടുക്കുന്നു. നമ്മുടെ പ്രതീക്ഷകൾ കപ്പൽ കയറുന്നു, അല്ലേ ആദിൽ? ഉറപ്പായും വിഴിഞ്ഞം പദ്ധതി കരയിലടുക്കുകയാണ് എന്നുള്ളതാണ്. പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന പദ്ധതിയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. ലോകത്തിൻ്റെ തന്നെ വികസന ഭൂപടത്തിൽ കേരളത്തിനെ അടയാളപ്പെടുത്താൻ പോകുന്ന പദ്ധതിയായി വിഴിഞ്ഞം മാറുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ആ ദൃശ്യങ്ങളിൽ കാണാം അരുൺ, ആ കാണുന്ന വലിയ ക്രെയിനിൻ്റെ പേരാണ് ഷിപ്പ് ടു ഷോർ ക്രെയിൻ. അതിന് താഴെ ചെറിയ ക്രെയിനുകൾ വെച്ചിട്ടുണ്ട്. യാർഡ് ക്രെയിൻ എന്നാണ് അതിൻ്റെ പേര്. ഈ ട്രയൽ റൺ നടക്കുക എന്നത് ലളിതമായി ഞാനൊന്ന് വിശദീകരിക്കാം. കപ്പൽ വരുന്നു, മദർഷിപ്പുകളാണ് വരുന്നത്. എല്ലാ തുറമുഖങ്ങളിലും മദർഷിപ്പിന് വരാൻ കഴിയില്ല എന്നതാണ് വിഴിഞ്ഞത്തെ സവിശേഷമാക്കുന്നത്. മദർഷിപ്പിന് വരാൻ അത്രയും ആഴം വേണം, നിശ്ചിത അളവിൽ ആഴം വേണം. മാത്രമല്ല, അതിന് അനുബന്ധമായ സൗകര്യങ്ങളും വേണം. മദർഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒട്ടനവധി കണ്ടെയ്നറുകളുമായി വരുന്ന കപ്പലുകളാണ്. കപ്പലുകൾ വന്നാൽ ഈ ഷിപ്പ് ടു ഷോർ ക്രെയിൻ വഴി കണ്ടെയ്നറുകൾ യാർഡിലേക്ക് ഇറക്കി വെക്കുന്നു. അത് ഇലക്ട്രോണിക് ഡിവൈസാണ്. ആ നിലയിലാണ് അത് പ്രവർത്തിക്കുക. റിമോട്ടിംഗ് സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന, മാനുവലായി പ്രവർത്തിക്കുന്നതല്ല, പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ കാണുന്ന ഈ കൂറ്റൻ ക്രെയിനുകൾ. അതിലെ ആ വലിയ ക്രെയിൻ വഴി, ഷിപ്പ് ടു ഷോർ ക്രെയിൻ വഴി യാർഡിലേക്ക് ഇറക്കി വെക്കുന്നു. ആ മദർഷിപ്പ് പിന്നീട് പോകുന്നു. ഇനി ചെറു കപ്പലുകൾ വരുമ്പോൾ ഇപ്പോൾ ഇറക്കി വെച്ച കണ്ടെയ്നറുകൾ പിന്നീട് ഈ ചെറു കപ്പലിലേക്ക് കയറ്റി വെക്കുകയും ആ കപ്പലുകൾ തിരിച്ച് അതിൻ്റെ ദിശ നോക്കി പോവുകയും ചെയ്യുന്നൊരു സംവിധാനമാണ് മദർഷിപ്പ് ഒരു പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞത്തിന് പ്രത്യേകത ഒരുപാടുണ്ട്. ഇവിടെ ഒരുപക്ഷെ ഇവിടേക്ക് ചരക്ക് നീക്കം ഉണ്ടായില്ലെങ്കിൽ കൂടി വലിയ തോതിൽ അത് സർക്കാരിനും ഗുണകരമാകും. ഈ അനുബന്ധ വികസന പരിപാടികളും നടക്കും എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ കാണുന്ന പ്രതീക്ഷ. ഏതായാലും 12-ാം തീയതി, അടുത്ത വെള്ളിയാഴ്ച, ഇന്ന് വെള്ളിയെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ഇപ്പോൾ കപ്പൽ വരും. 11-ാം തീയതിയോടുകൂടി വിഴിഞ്ഞത്തേക്ക് അത് അടുക്കും. 12-ാം തീയതി കപ്പലെത്തും. ആ കപ്പലെത്തുമ്പോൾ ട്രയൽ റൺ തുടങ്ങും എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ കമ്മീഷനിങ്ങിന് മുമ്പ് തന്നെ വ്യാവസായികമായൊരു പ്രവർത്തനങ്ങൾ
വിഴിഞ്ഞം തുറമുഖത്ത് നടക്കുന്നു എന്നുള്ളതാണ്. അത് നടക്കുകയാണ്. അതിലേറ്റവും സന്തോഷം മലയാളികൾക്ക് തന്നെയാണ്. ആ സന്തോഷത്തിലും പ്രതീക്ഷയിലുമാണ് ഇപ്പോഴും നമ്മളുള്ളത്. ഇപ്പോഴുള്ള നിർമ്മാണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി 2-3 ഘട്ടമാണുള്ളത്. ഈ 2-3 ഘട്ടം 4 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും എന്ന ഉറപ്പാണ് സർക്കാർ ഇപ്പോൾ നൽകുന്നത്. കമ്മീഷനിങ് 2024 ഡിസംബറിലാണ് നിശ്ചയിച്ചിരുന്നത്. ഈ വർഷം ഡിസംബറിലാണ്. എന്നാൽ ഡിസംബറിലേക്ക് പോകണ്ട, ഓണത്തിന് തന്നെ കമ്മീഷൻ ചെയ്യാനാകുമെന്ന പ്രതീക്ഷയാണ് സർക്കാരും വിസിലുമൊക്കെ പ്രതീക്ഷയായി പറയുന്നത്. 2028 ആകുമ്പോൾ 4 വർഷം കൂടി കഴിയുമ്പോൾ 2-3 ഘട്ടം കൂടി കമ്മീഷൻ ചെയ്ത് പൂർണ്ണ തോതിൽ വിഴിഞ്ഞം തുറമുഖം സജ്ജമാകുമെന്ന ഉറപ്പുകൂടി നൽകിയിരിക്കുകയാണ്. അനുബന്ധ പ്രവർത്തനങ്ങൾക്കും അദാനി ഗ്രൂപ്പിന് നൽകാനുമൊക്കെയായി ചില കടങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. ആ കടങ്ങൾ വീട്ടാനും സാമ്പത്തിക പ്രതിസന്ധി ഒഴിയാനും കൂടുതൽ സഹായങ്ങൾ വരുന്നു. നബാർഡിൻ്റെ വായ്പ ഈ മാസം തന്നെ ലഭ്യമാകും. 2100 കോടി രൂപ വായ്പ എടുക്കാനുള്ള തീരുമാനം അതിലേക്ക് ധാരണയിലെത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ബാക്കി പ്രതിസന്ധികളെല്ലാം ഒഴിഞ്ഞ് വിഴിഞ്ഞം പദ്ധതി കരയ്ക്കടുക്കുകയാണ്, തീരമടുക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ്, ആ സുഖമുള്ള വാർത്തയിലാണ് നമ്മളും മലയാളികളാകെയും. അരുൺ, ഏകദേശം 1500ഓളം കണ്ടെയ്നറുകളുമായിട്ടാണ് ഈ മദർഷിപ്പ് ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് അടുക്കാൻ പോകുന്നത്. ഇനി ഒരാഴ്ച, ഇന്നേക്ക് 7 ദിവസങ്ങൾ കഴിയുമ്പോൾ അടുത്ത വെള്ളിയാഴ്ച ഈ വാർത്താ പ്രഭാതത്തിൽ ഞാൻ പ്രേക്ഷകർക്കൊപ്പം നിൽക്കുമ്പോൾ മദർഷിപ്പ് വിഴിഞ്ഞത്തേക്ക് എത്തുന്ന വാർത്തയും പറഞ്ഞുകൊണ്ടായിരിക്കും നിൽക്കുക. 11-ാം തീയതി തന്നെ മദർഷിപ്പ് വിഴിഞ്ഞം ഭാഗത്തേക്ക് എത്തും. 1ാം ഘട്ടം പൂർത്തിയായി. ട്രയൽ റണ്ണെന്ന് നമുക്ക് വിളിക്കാൻ കഴിയില്ല, ഒരുപക്ഷെ ട്രയൽ റണ്ണ് പോലെയാണ്. 1500 കണ്ടെയ്നറുകളുമായി മദർഷിപ്പ് എത്തുന്നു. പടുകൂറ്റൻ മദർഷിപ്പാണ് വിഴിഞ്ഞത്തെത്തുക. വിഴിഞ്ഞത്തെത്തി ഈ പറയുന്ന ഷിപ്പ് ടു ഷോർ ക്രെയിൻ ഉപയോഗിച്ച് കണ്ടെയ്നറുകളൊക്കെ ഷോറിലേക്ക് മാറ്റും, ഈ നമ്മളുടെ പോർട്ടിലേക്ക് മാറ്റും. അതിനുശേഷം ചെറു കപ്പലുകളിലോ അല്ലെങ്കിൽ റോഡ് മാർഗമോ ഈ കണ്ടെയ്നറുകൾ അതാത് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ വിഴിഞ്ഞം സ്വപ്നം പൂവണിയാൻ പോകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വാർത്താദിനത്തിൽ ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് ആദിൽ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. അടുത്ത വെള്ളിയാഴ്ച മദർഷിപ്പ് വിഴിഞ്ഞത്തേക്ക് അടുക്കുന്നു. ട്രയൽ റൺ എന്ന രീതിയിൽ തന്നെ 1500ഓളം കണ്ടെയ്നറുകളുമായി എത്തുന്ന പടുകൂറ്റൻ മദർഷിപ്പിനെ വിഴിഞ്ഞം സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. ഇനി ഒരാഴ്ച മാത്രം സമയം. 2-3 ഘട്ടം പ്രവർത്തനങ്ങളും അതിവേഗം നടക്കും. 2028 വിഴിഞ്ഞം പൂർണ്ണമായിട്ടും സുസജ്ജമാകും എന്നാണ് ഇപ്പോൾ ദിവ്യ എസ് നയ്യരും വി എൻ വാസവനും ഞങ്ങളുടെ പ്രതിനിധി ആദിലിനോട് പറഞ്ഞത്.